മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളിലെ പ്രധാനപ്പെട്ട അവതാരകർ BJP വിരുദ്ധതയിൽ നിന്ന് ഒരു പടി കൂടി കടന്നുകൊണ്ട് ഹിന്ദു വിരുദ്ധതയിലേക്ക് കൃത്യമായിട്ട് കടന്നിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട ഏതൊക്കെ മാധ്യമ പ്രവർത്തകരാണ് ഹിന്ദുവിനെതിരെ, രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്നു എന്നതിൻ്റെ വ്യക്തമായ തെളിവുകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ മുന്നോട്ട് വെക്കുന്നത്. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ബിഗ് ടിവിയിൽ വേണു എന്ന മാധ്യമ പ്രവർത്തകര് ഹിന്ദുവിനെതിരെ പച്ചക്ക് തോന്നിയത് വിളിച്ചു പറയുന്നുണ്ട്. എന്തൊക്കെയാണ് വിളിച്ചു പറഞ്ഞത് എന്ന് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. മറ്റൊരു കാര്യം എടുത്തു പറയാം. നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട മാധ്യമങ്ങളിലെ പ്രധാനപ്പെട്ട ചില അവതാരകരെ ജിഹാദികൾ അവരുടെ അജണ്ടക്കനുസരിച്ച് തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അവർ വലിയ രീതിയിൽ ഫണ്ട് ചെയ്യുന്നു എന്നൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ പലരും വിളിച്ചു പറയുന്നതായിട്ട് കാണാറുണ്ട്. ഈ വേണുവൊക്കെ വിളിച്ചു പറയുന്നത് കേൾക്കുമ്പോൾ ആ സോഷ്യൽ മീഡിയകളിലൂടെ ആളുകൾ ഉന്നയിക്കുന്നത് ശരിവെക്കേണ്ടി വരും എന്നുള്ളതാണ് വലിയ യാഥാർത്ഥ്യം. എന്താണ് ഈ വേണു വിളിച്ചു പറഞ്ഞത് എന്ന് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. കേരളത്തിൽ ഇപ്പോൾ ഒരു പ്രായത്തിലുള്ള സ്ത്രീകൾ മുഴുവൻ സമയവും ക്ഷേത്രത്തിൽ ഇരിക്കാൻ പാകത്തിലുള്ള പരിപാടികൾ ക്ഷേത്രങ്ങൾ സംഘടിപ്പിക്കുന്നു. നിങ്ങളൊന്ന് ഓർക്കണേ, ക്ഷേത്രങ്ങളില് ഒരു പ്രായത്തിലുള്ള സ്ത്രീകളെ മുഴുവൻ സമയം ക്ഷേത്രങ്ങൾ ഇരിക്കാൻ ആളുകള് ക്ഷേത്രങ്ങളിൽ പലതും സംഘടിപ്പിക്കുന്നത്. ഇതിന് ഇയാളെന്തിനത്ര വേദനിക്കുന്നത്? തുടർന്ന് നോക്കാം. ക്ഷേത്രത്തിൽ രാവിലെ പ്രാതൽ നൽകുന്നു, ഉച്ചക്ക് സദ്യ നൽകുന്നു, വൈകിട്ട് ഭക്ഷണം നൽകുന്നു. അങ്ങനെ അമ്പലവുമായി ജനങ്ങളെ കൂടുതൽ അടുപ്പിക്കുന്നു. കൂടാതെ ഇങ്ങനെ ഒരുപാട് പേർക്ക് ദീർഘയാത്രകൾ നടത്താൻ, വിവിധ ക്ഷേത്രങ്ങളിലേക്ക് തീർത്ഥാടനങ്ങൾ നടത്താൻ, അതും ചെറിയ പൈസക്ക് വിവിധ ക്ഷേത്രങ്ങൾ സന്ദർശിക്കാനും ഇപ്പോൾ സൗകര്യമുണ്ടാകുന്നു. ഈ വേണുവിന് എന്താണ് ഇത്ര പ്രശ്നം? ക്ഷേത്രങ്ങളിൽ ആരാധനകളിൽ ഹിന്ദു വിശ്വാസികൾ പങ്കെടുക്കുന്നതിൽ എന്താണ് ഇത്ര പ്രശ്നം? അവിടെ 3 നേരം ഭക്ഷണം കൊടുക്കുന്നതിന് കൈയടിക്കുകയല്ലേ വേണ്ടത്? 3 നേരം ഒരു ആരാധനാലയത്തിൽ ഭക്ഷണം കൊടുക്കുന്നതിന് എന്തിനാണ് ഇത്ര വേവലാതിപ്പെടുന്നത്? അത് നന്മയുള്ള കാര്യമല്ലേ? അത് എല്ലാ മതങ്ങളിലും പല പല സ്ഥലങ്ങളിലൊക്കെ കൊടുക്കുന്നുണ്ട്. അതിലിപ്പോ എന്താ പ്രശ്നം? ഈ മുസ്ലിം ആരാധനാലയങ്ങളിൽ, ക്രിസ്ത്യൻ ആരാധനാലയങ്ങളിൽ ഭക്ഷണമൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ. അതൊന്നും ഇവിടെ ആരും ചർച്ച ചെയ്യാതെ ഹിന്ദു ക്ഷേത്രങ്ങളിൽ ഭക്ഷണം കൊടുക്കുന്നതിന് വരെ എന്തിനിവിടെ ചർച്ചയാക്കുന്നു? അതും ഒരു പ്രത്യേക രീതിയിൽ തുടർന്ന് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. ഇത് അമ്പലവുമായി ബന്ധപ്പെട്ട് മാത്രം അവരെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നു. ഒരേ വിശ്വാസമുള്ളവരുടെ മാത്രം ഒരു കൂട്ടായ്മ രൂപപ്പെടുന്നു. അല്ല, ക്ഷേത്രങ്ങളിൽ പിന്നെ എല്ലാ മതങ്ങളുടെയും കൂട്ടായ്മയാണ് ഉണ്ടാവേണ്ടത്. ക്ഷേത്രങ്ങളിൽ ഹിന്ദു മതവുമായി ബന്ധപ്പെട്ട കൂട്ടായ്മ തന്നെയല്ലേ ഉണ്ടാവേണ്ടത്? മുസ്ലിം പള്ളികളിൽ മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട കൂട്ടായ്മ തന്നെയല്ലേ ഉണ്ടാവാറുള്ളത്? ക്രിസ്ത്യൻ പള്ളികളിൽ ക്രിസ്ത്യൻ മതവുമായി ബന്ധപ്പെട്ട കൂട്ടായ്മ തന്നെയല്ലേ ഉണ്ടാവാറുള്ളത്? ഇതിലിപ്പോ എന്താണ് അത്ഭുതപ്പെടാറുള്ളത്? ഇപ്പൊ എല്ലാ സമയത്തും ക്ഷേത്രങ്ങളിൽ ഇന്ന പ്രായത്തിലുള്ള ആളുകൾ വരുന്നു എന്നൊക്കെ പറഞ്ഞ് ചർച്ച ഉണ്ടാക്കുന്നത് എന്തിനാണ്? ഒരാളുകളെന്നൊന്ന് ചിന്തിച്ചു നോക്കൂ. 5 നേരം മുസ്ലിം പള്ളികളിൽ കൃത്യമായിട്ട് ആരാധന നടത്തുന്നുണ്ട്. അതിലെന്തെങ്കിലും അതെന്ത് ചർച്ച ചെയ്യാനാ? അതേപോലെ തന്നെ ക്ഷേത്രങ്ങളിൽ ആളുകൾ പോകുന്നത് എന്ത് ചർച്ച ചെയ്യാനാ? ക്രിസ്ത്യൻ പള്ളികളിൽ എല്ലാ ഞായറാഴ്ചയും അതുമായി ബന്ധപ്പെട്ട ആരാധനകൾ നടത്തുന്നു. അവർ പറയുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെ അവർ പറയുന്ന രീതിയിൽ ആരാധനകൾ നടക്കുന്നു. ഇതൊക്കെ വേണൂന് എന്താ പ്രശ്നം? ഇതൊക്കെ എന്താ ഹിന്ദു ക്ഷേത്രങ്ങളിൽ ഇന്നതാണ്? ഇതെന്തിനാ ഇങ്ങനെ ഒരു മതത്തെ ഇങ്ങനെ പൊക്കിപ്പിടിച്ചിട്ട് എന്തിനു വിളിച്ചു പറയുകയാണ്? തുടർന്ന് വായിച്ചു കേൾപ്പിക്കാം. പണ്ടും അമ്പലങ്ങളിൽ പോയിരുന്നു, പക്ഷെ ഇപ്പോൾ അമ്പലങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ സാധിക്കാത്ത അത്രയും അമ്പലങ്ങളോടും ക്ഷേത്രങ്ങളോടും ഹിന്ദുക്കൾ അടുക്കുന്നു. അത്രയും പരിപാടികളാണ് ക്ഷേത്രങ്ങളിൽ. കൂടാതെ ചെറിയ ക്ഷേത്രങ്ങളിൽ വരെ അന്നദാനങ്ങൾ നടത്തുന്നു. ഇപ്പോൾ ഇതിനൊക്കെ ഫണ്ട് എവിടെ നിന്ന് വരുന്നു എന്നത് ചർച്ചയാകേണ്ടതാണ്. എവിടെ നിന്നാണ് ക്ഷേത്രങ്ങളിലേക്ക് പണം എത്തുന്നത് എന്നൊക്കെ ചോദിച്ചിങ്ങനെ ആക്രോശിക്കുക. വേണു എല്ലാ ആരാധനാലയങ്ങളിൽ എങ്ങനെയാ പണം എത്തുന്നത്? ഭക്തരായിട്ടുള്ള ആളുകൾ, ഓരോ മതത്തിന്റെയും വിശ്വാസികളായിട്ടുള്ള ആളുകൾ 1 രൂപ മുതൽ 10 രൂപ മുതൽ സംഭാവന ചെയ്യില്ലേ? അതിലൂടെ എന്തേ ഹിന്ദു ക്ഷേത്രങ്ങളിൽ ഒന്നും കൊടുക്കരുത് എന്ന് പറയുന്നത്? പിന്നെ
ഇത് വേണുവിൻ്റെയൊക്കെ ചെറിയൊരു ചൊറിച്ചിലിന്റെ ഭാഗ. വേണു ഈ അടുത്താണെന്ന് തോന്നുന്നുണ്ട് ബിഗ് ടിവിയിലേക്ക് മാറിയത്. പല അജണ്ടക്കനുസരിച്ച് പോക്കറ്റ് നിറച്ചു കൊടുക്കുമ്പോ ഇന്നലകളിൽ ഏതൊക്കെ മറന്ന് ഇന്നാദ്യമായിട്ട് ക്ഷേത്രങ്ങളിലൊക്കെ ആള് വരൽ ഇന്നും ഇന്നലെ തുടങ്ങിയ വർഷങ്ങള് എത്ര കാലമായി ക്ഷേത്രങ്ങളിൽ ആള് വരുന്നു. ക്ഷേത്രങ്ങളിൽ ഭക്ഷണം കൊടുക്കുന്നത് ആദ്യമായിട്ടാ. പക്ഷെ ഇതൊക്കെ ഈ സമയത്ത് ഇങ്ങനെ ചർച്ച ചെയ്യിപ്പിക്കാൻ പിന്നിൽ നിന്ന് ആരോ കാര്യമായിട്ട് വേണുവിനോടൊക്കെ സമ്മർദ്ദം ചെലുത്തി പല ഓഫറുകളും കൊടുക്കുന്നുണ്ടോ എന്ന് മലയാളികൾ ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചില്ലേ? എന്തിനാണ് ഈ വേണു ഹിന്ദുവിന്റെ തലയിലേക്ക് ഓടിക്കയറുന്നത്? ഈ വേണുക്കാർക്ക് വേണ്ടിയിട്ടാ? ഇതിലെ പ്രധാനപ്പെട്ട പ്രശ്നം ബിഗ് ടിവിയെ പോലെ പ്രധാനപ്പെട്ട ഒരു ചാനലിലാണ് ഇരുന്നിട്ട് ഇതിങ്ങനെ വിളിച്ചു പറയുന്നത്. ഹിന്ദു ക്ഷേത്രങ്ങളിൽ ആള് വരുന്നതിന് വേവലാതി പോലും. ഇയാളൊക്കെ ഇയാൾക്ക് ആർക്ക് വേണ്ടി? ഇയാള് മാത്രമാണോ? ഓരോ ആളുകളും ചിന്തിക്കണം. ഇക്കഴിഞ്ഞ ദിവസമല്ല മീഡിയ വണ്ണിൽ നിന്ന് പ്രധാനമന്ത്രിക്കെതിരെ എന്തൊക്കെയാണ് ഈ ജിമ്മി എന്ന നെറികെട്ടവൻ വിളിച്ചു പറഞ്ഞത്? ചാണകത്തലേനെന്നു. നമ്മുടെ രാജ്യത്തിനെതിരെയല്ലേ ഈ ജിമ്മി എന്ന നെറികെട്ടവൻ വിളിച്ചു പറഞ്ഞത്? തീർച്ചയായിട്ടും നമ്മുടെ രാജ്യം ഒരു ജനാധിപത്യ രാജ്യ. ഭരണപക്ഷത്തിരിക്കുന്നവരോട് പ്രതിപക്ഷത്തുള്ള ആളുകൾക്ക് വിയോജിപ്പുണ്ടാവണം. യോജിപ്പൊക്കെ തന്നെയാ ജനാധിപത്യത്തിന്റെ സുന്ദരമായ കാഴ്ച മാത്രം എന്നൊക്കെ പറയുന്നത്. പക്ഷേ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്കെതിരെ പറയുന്നതിൽ ഒരു പ്രധാനപ്പെട്ട മാധ്യമത്തിൽ ഇരുന്നു കൊണ്ട് തോന്നിയത് വിളിച്ചറിയ പ്രധാനപ്പെട്ട മാധ്യമം എന്ന് പറഞ്ഞത് ഞാൻ എടുത്തു കളഞ്ഞു. ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു അട്ടർ വേസ്റ്റ് ചാനലാണ്. പക്ഷെ ഒരു മാധ്യമ പ്രവർത്തകന്റെ വിളിച്ചു പറഞ്ഞത് നിങ്ങൾ കേട്ടോ? ചാണകത്തലയൻ. ഇക്കാലം അത്രയും ജിമ്മി ഒന്നത് വിളിച്ചു പറഞ്ഞിട്ടില്ല. ജമാഅത്തെ ഇസ്ലാമിൽ നിന്ന് ഫണ്ട് വാങ്ങൽ തുടങ്ങിയ, സാലറി വാങ്ങൽ തുടങ്ങിയ, ഒപ്പം തന്നെ ചാണകത്തലയിൽ നിന്നൊക്കെയാ രാജ്യത്തിനെതിരെയല്ലേ ഈ പ്രവർത്തിക്കുന്നത്. ഈ രാജ്യത്തെ തന്നെ അപമാനിക്കുന്നതിന് സമല്ലേ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ? എന്നിട്ട് ഇതിനെതിരെ നമ്മുടെ കേരള പോലീസ് എന്തെങ്കിലും ഒരു ആക്ഷൻ എടുത്തോ? ഇനി ഇത് മാത്രമാണോ? കുംഭമേളക്കെതിരെ എന്താണ് സിന്ധു സൂര്യകുമാർ വിളിച്ചു പറഞ്ഞിട്ടുള്ളത്? കുംഭമേളക്കെതിരെ എന്തൊക്കെ ആവുന്നത് പോലെ വിളിച്ചു പറഞ്ഞു. നമ്മുടെ രാജ്യത്ത് വർഷങ്ങൾക്ക് ശേഷം നടന്നിട്ടുള്ള ഒരു പുണ്യമായിട്ടുള്ള, ഒരു പവിത്രമായിട്ടുള്ള, മഹത്തായിട്ടുള്ള, ലോകം തന്നെ ഉറ്റുനോക്കിയിട്ടുള്ള, ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ആള് പങ്കെടുത്ത കുംഭമേളയെ പോലും തോന്നിയതുപോലെ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് സഞ്ചാരികൾ ഉൾപ്പെടെ അതേപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട വിശ്വാസമുള്ള ആളുകൾ, അങ്ങനെ എല്ലാ മേഖലയിൽ നിന്നും ആളെത്തിയിട്ട് നമ്മുടെ രാജ്യത്തെ കൊഴുകിയെത്തിയിട്ടുള്ളൊരു കുംഭമേളയെ പോലും തോന്നിയത് സിന്ധു സൂര്യകുമാർ പ്രധാനപ്പെട്ട ഒരു ചാനലിൽ നിന്ന് വിളിച്ചു പറഞ്ഞില്ലേ? ഇത് മാത്രമാണോ? അബ്ജോദി എന്ന് പറയുന്ന ഏഷ്യാനെറ്റിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു മാധ്യമ പ്രവർത്തകൻ ഈ അടുത്ത് എന്താ വിളിച്ചു പറഞ്ഞിട്ടുള്ളത്? സനാതനധർമ്മം പകർച്ചവ്യാധി എന്ന് വിലയിരുത്തിയ അംബേദ്കറുടെ ഇന്ത്യയിൽ തന്നെ ജീവിക്കൂ. ഈ അംബേദ്കർ മറ്റു മതങ്ങൾക്കെതിരെയും തോന്നിയതുപോലെ വിളിച്ചു പറഞ്ഞിട്ടില്ലേ? അതേതെങ്കിലും ഒരു സമയത്ത് ഈ അബ്ജോദൊക്കെ വിളിച്ചു പറഞ്ഞിട്ട് പറയൂല, ഒരിക്കലും പറയൂല. സകലതും ഹിന്ദുവിന്റെ തലയിലേക്കാണല്ലോ. നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളിലെ പ്രധാനപ്പെട്ട അവതാരകര് ഓടിക്കയറുക, ഒരു പ്രശ്നമില്ലല്ലോ, ചാടിക്കയറുക. ഇത് എന്നിട്ട് ഇതൊക്കെ ഇവർക്കൊക്കെ ആരാണ് സാലറി കൊടുക്കുന്നത്? സാലറിക്കപ്പുറം കിമ്പളം ഇവരെ ആരിൽ നിന്ന് വാങ്ങുന്നു? ഇത് മാത്രമാണോ? നമ്മുടെ ഈ അടുത്തല്ലേ മഹാമാഘ മഹോത്സവം മലപ്പുറത്ത് നടന്നത്? നമ്മുടെ പ്രമുഖ മാധ്യമങ്ങൾ ഏറ്റവും ഒടുവിലല്ലേ അവിടേക്കൊന്ന് തിരിഞ്ഞു നോക്കിയത്? ലക്ഷക്കണക്കിന് ആളുകൾ അവിടെ കൊഴുകിയെത്തിയതിനു ശേഷം നമ്മളൊക്കെ നിരന്തരം മഹാമാഘ മഹോത്സവത്തിന് വേണ്ടി വീഡിയോകൾ ചെയ്ത് ഏറ്റവും ഒടുവില പ്രമുഖ മാധ്യമങ്ങൾ അങ്ങോട്ടേക്കൊന്ന് തിരിഞ്ഞു നോക്കിയത്. മനഃപൂർവ്വം മറച്ചു പിടിച്ച ലേറ്റസ്റ്റ് ഇപ്പോ കോഴിക്കോട് കക്കോടിയിലെ വേദമന്ദിരത്തില് അതിരാത്രം മഹായാഗം നടന്നു. കഴിഞ്ഞ 10 ദിവസങ്ങളായിട്ട് നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾ ഈ ഒരു സമയം വരെയായിട്ട് ഒരു വാർത്ത ചെയ്തു. അതിപുരാതന പവിത്രമായിട്ടുള്ള മഹത്തായിട്ടുള്ള ചടങ്ങുകളോട് കൂടിയിട്ട് ലക്ഷക്കണക്കിന് ആളുകൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വേദമന്ദിരത്തിൽ യാഗഭൂമിയിലേക്ക് കക്കോടിയിൽ എത്തിയിട്ട് അതിനെക്കുറിച്ചൊരു വാർത്ത ചെയ്തു നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾ. ഇവർക്കൊക്കെ ഒരു അജണ്ടയുണ്ട്. നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട ചില മാധ്യമ പ്രവർത്തകർ കൃത്യമായിട്ട് ജിഹാദി ഫണ്ടും വാങ്ങി അവരുടെ അജണ്ടക്ക് തന്നെയാണോ ഇവിടെയൊക്കെ പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്നത്? ഇതൊക്കെ ചിന്തിക്കേണ്ടതാ. ഇതൊക്കെ ഓരോ മലയാളിയും ചിന്തിക്കേണ്ടതാ. ഒരു കാര്യത്തിൽ ഒരു തർക്കമുണ്ട്. ഇവർ ഹിന്ദുവിനെതിരെ പ്രധാനപ്പെട്ട മാധ്യമങ്ങളിൽ ഇരുന്നു കൊണ്ട്
തോന്നിയത് വിളിച്ചു പറയുന്നു എന്നുള്ളത് സകല ആളുകളും തിരിച്ചറിയുക.